അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയമുള്ള നൂറെ മദീന അതിൻ്റെ മുഹിബീങ്ങളെ, സഹോദര സഹോദരിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നൂറെ മദീന അതിൻ്റെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നവരുണ്ട്. എന്തേ ക്ലാസ് ഇതുവരെ ഇല്ലല്ലോ, മാസങ്ങൾക്ക് ശേഷമാണല്ലോ. അത് ചില കാരണങ്ങളെ കൊണ്ട് മറ്റൊരു ചാനലുണ്ടായിരുന്നു, ഷമീമെ മദീന. ആ ക്ലാസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ ക്ലാസ് ഇടാത്തത്. പ്രിയപ്പെട്ടവരെ, നൂറെ മദീന, മദീനയുടെ പ്രകാശം. മദീന എന്ന് കേൾക്കുമ്പോൾ കരയുന്ന ഒരുപാട് മാത്തുക്കളായ ഒരുപാട് ഇമാമിങ്ങളുണ്ടായിരുന്നു. മദീന എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു കരച്ചൽ. ആ മദീനയിൽ ചെരുപ്പിടാതെ നടക്കുമായിരുന്നു സയ്യിദ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു. നോക്ക്, നമ്മുടെ മക്കയിൽ ഇറങ്ങിയ ആയത്തും മദീനയിൽ ഇറങ്ങിയ ആയത്തും ഒന്ന് നോക്ക്. മക്കിയായ ആയത്ത് ചെറിയ ചെറിയ ആയത്തുകളാണ്, മദനിയായത്ത് വലിയ ആയത്തുകളാണ്. അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. മദീനയിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. ആ മുത്തുനബീൻ്റെ റൗള, അവിടെ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്നുള്ള സലാത്തും സലാമും ചൊല്ലാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ഉംറക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് ഹദീസുകളും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു? സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ, അതാണ് ഇനി വരുന്നത്. എല്ലാ മാസത്തിൻ്റെയും അവസാനം 12 മാസമുണ്ടല്ലോ, എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ബുധൻ അത് നഹ്സാണോ? അല്ലേ? അങ്ങനെ ഇല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമർ 19-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി ഇമാം തൻ്റെ തഫ്സീറിൽ ഇതിനെ വിശദീകരിക്കുന്നു. 5-ാം വാല്യം ബൈളാവി ഇമാമിൻ്റെ 260-ാം പേജിൽ, വകാന യൗമിൽ അർബിയാഉ ആഖിറു ശഅർ. അവർക്ക് അദാബ് ഇറങ്ങിയത്, ശക്തിമത്തായ കാറ്റെല്ലാം അവരുടെ മേൽ അല്ലാഹു തആല ഇറക്കിയത് അത് മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് ഒരുപാട് വ്യാഖ്യാനിച്ചു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം റഹിമഹുല്ലാഹു ഈ ആയത്തിലേക്ക് തഫ്സീർ ചെയ്തത് ദുറുൽ മൻസൂറിൽ 7-ാം വാല്യം 67-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ഖാല, പറയുന്നത് കാണാം, യൗമുൽ അർബിയാ ഫീ യൗമിൻ നഹ്സ് ആഖിർ, അതന്നെ ആഖിറുൽ അർബിയായി ഫീ ശഅർ യൗമിൻ നഹ്സ് മുസ്തമിർ എന്നാണ് പറയുന്നത്. മാസത്തിൻ്റെ എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ ബുധൻ അത് നഹ്സാണ്. അന്ന് നല്ല കാര്യങ്ങൾ ചെയ്യരുത്, മറ്റുള്ളതായ ദിവസത്തിലേക്ക് മാറ്റിവെക്കാം. പഴമക്കാരായ ഒരുപാട് മുൻഗാമികളായ ആൾക്കാർ, നമ്മളിൽ നിന്ന് കഴിഞ്ഞവർ, ബുധനാഴ്ചയാകുമ്പോൾ, മാസത്തിൻ്റെ ബുധനാഴ്ചയാകുമ്പോൾ മദ്രസയിലുള്ളതായ കുട്ടികൾക്കെല്ലാം പത്തിരി, ഇങ്ങനെ ഷീറിനെല്ലാം കൊടുക്കുമായിരുന്നു. എല്ലാ ആഫത്ത്, ബലാല്, മുസീബത്ത് എല്ലാം ഇല്ലാണ്ടാവാൻ വേണ്ടി. അതെ, സഫർ മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയാണ് നമ്മളിലേക്ക് ഇനി കയറി വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഒരൊറ്റൊരായത്ത്, 3,20,000 ഒരുപാട് അദാബുകൾ അല്ലാഹു തആല ഇറക്കും, രോഗങ്ങൾ ഇറക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റൊരായത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതണം, അത് ചെയ്യണം. ആ വെള്ളം നമ്മൾ കുടിക്കണം. ആ കുടിച്ച് നമ്മളുടെ മക്കളും കുടുംബക്കാരെല്ലാം ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതിന് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ബുധൻ അതെന്താണ്? നഹ്സാണ്. ഇമാം സുയൂത്തി ഇമാം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ അന്നത്തെ ആ നഹ്സിൻ്റെ അവസരത്തിൽ ചെയ്യാതെ, ഇനി ചെയ്തെങ്കിൽ
വിശ്വാസമുള്ളവർക്കാണ് പറയുന്നത്. എന്നാൽ മാറ്റിവെക്കൽ നല്ലതാണ്. നിർബന്ധാവസ്ഥയാണ്, ഓപ്പറേഷനാണ്, അല്ല വേറെന്തെങ്കിലാണ്. എന്നാൽ എന്ത് ചെയ്യുന്ന നഴ്സിന്റെ ദിവസം വന്നു, എന്നാൽ ഒന്നും ബുദ്ധിമുട്ടാക്കണ്ട, ഒന്നും ബേജാറാകണ്ട. ഒരു ദിക്ർ പറഞ്ഞ് ഒരു തസ്ബീഹ് പറഞ്ഞ് ആ നഴ്സിനെ ഇല്ലാണ്ടാക്കും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സഫർ മാസത്തിൻ്റെ ഉള്ളതായ ഏതെല്ലാം ദിവസങ്ങൾ നഹ്സാണെന്ന് പറഞ്ഞത്. സഫർ മാസം എന്ന് പറഞ്ഞാൽ മുഴുവനും നഹ്സല്ല. എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ മാസവും ഒരുപോലെയല്ല, എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. ഓരോന്നിനും ഓരോ മഹത്വങ്ങളുണ്ട്. ബുധനാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ഓരോ ദിവസവും എപ്പോഴാണ് ചെടി നടേണ്ടത്, എപ്പോഴാണ് കെട്ടിടം നിർമ്മിക്കേണ്ടത്, ഇങ്ങനെല്ലാം ഓരോ ദിവസങ്ങൾ തുടങ്ങിയാൽ അതിൻ്റെ ഫലങ്ങൾ നമ്മൾക്ക് കാണാം. അത് ബഹുമാനപ്പെട്ട ഇമാം ഇസ്മായിൽ അഖിൽ ബറൂസി തൻ്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നത് കാണാം. 4-ാം വാല്യം 10-ാം പേജിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടവറ്റുണ്ടാവും. അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെല്ലാം ഓരോ ദിവസത്തിനൊക്കെ മാറ്റങ്ങളുണ്ട്. പക്ഷേ ബുധനാഴ്ചനെ കുറിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ, ബുധനാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് പ്രകാശത്തിൻ്റെ ദിവസമാണ്. ളുഹർ മുതൽ അസർ വരെ ദുആ ആ ദുആക്ക് ഇജാബത്തുണ്ട്. ബുധനാഴ്ച ദർസ് ആരംഭിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ പഠനം ആരംഭിക്കാം. 1-ാം ക്ലാസ്സിൻ്റെ കുട്ടികളെ ചേർക്കുന്ന അവസരത്തിൽ ഉമ്മമാരെല്ലാം ശ്രദ്ധിക്കാറുണ്ടല്ലോ, ബുധനാഴ്ച അന്നൊരു ബർക്കത്തുണ്ട്. ബുധനാഴ്ച തുടങ്ങിയാൽ അത് പൂർത്തിയാവുക തന്നെ ചെയ്യും. അപ്പോൾ ബുധനാഴ്ച നഖമെടുക്കാൻ വേണ്ടി പാടില്ല. നഖമെടുത്താൽ വെള്ളപ്പാണ്ട് രോഗം വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആൾക്കാരെല്ലാം അള്ളാഹു താല അദാബ് ഇറക്കിയത് അന്നത്തെ ദിവസമായിരുന്നു എന്ന് കാണാം ചരിത്രത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഇങ്ങനെയുള്ളതായ എല്ലാ ദിവസങ്ങളെയും നമ്മൾ എന്താക്കാം, പരിഗണിക്കുക. അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് ഒടുവിലെ ബുധൻ, സഫറിലെ ഒടുവിലെ ബുധൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾ എന്താണ് ചെയ്യേണ്ടത്, ഇൻഷാ അള്ളാഹ് ഈ ഒരു ആയത്ത് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും ക്ലാസ് കേൾക്കണം. അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുത്തുമോമിനീങ്ങൾ, സഹോദര സഹോദരിമാർ, നൂറെ മദീനാദിന്റെ മുഹിബീങ്ങൾ, ഒരുപാട് ആൾക്കാർ സുഖമില്ലാതെ കഴിയുന്നുണ്ട്. ഒരു കുട്ടി ആക്സിഡന്റ് ആയിട്ട് 2-3 ആഴ്ചയായി, കണ്ണ് തുറക്കുന്നില്ല, കാളനക്കുന്നില്ല, ഒന്നും ബോധം വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി എത്രയും പെട്ടെന്ന് നല്ല ആരോഗ്യം തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. ആ ഉമ്മാൻ്റെ എല്ലാ വേജാറുകളെയും തീർത്തു കൊടുക്കണേ റഹ്മാൻ. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ, ഒരുപാട് സഹോദര സഹോദരിമാർ, മുട്ടുവേദന, കാലുവേദന, ശരീരത്തിൻ്റെ ഒരുപാട് വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിക്ർ ജീവിതത്തിൽ ചെയ്യും, മറക്കരുത്. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നു, ഈ ഒരു ദിക്ർ ഏതാ ദിക്ർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് ഈ ദിക്റിലോടുകൂടെ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് പ്രിയപ്പെട്ട സഹോദരന്മാർക്കും ഒരുപാട് അനുഭവം പറഞ്ഞവരുണ്ട്. ഈ ഒരു ദിക്ർ അതത് പ്രകാരം പറയാം. 114 അല്ലെങ്കിൽ 313 ബിസ്മി കൂട്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഹദീസിൽ കാണാം 10 പ്രാവശ്യം സുബഹി നിസ്കരിച്ചതിന് ശേഷം ഇത് ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ദോഷങ്ങളെയും വിട്ടുപുറത്ത് ഒരുവറ്റ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെയാവും. ശുദ്ധമായ ഹൃദയമായി തീരും. ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും നീക്കാൻ ബഹുമാനപ്പെട്ട മുല്ലാലിൽ കാരി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നു, ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ദിക്ർ അത് ഈ ദിക്റാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മോമിനീങ്ങൾ, മോമിനാത്തുകൾ ഒരുപാട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹ് നീ അറിയുന്നവനാണ്. അള്ളാഹ് സുഖമില്ലാത്തവരുണ്ട്. അള്ളാഹ് പരിപൂർണമായ സുഖം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. മനസ്സിൽ ഒരുപാട് വേജാറുകൾ കൊണ്ട് നിറഞ്ഞ ഒരുപാട് ഉമ്മ പെങ്ങന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, കൂട്ടക്കാരുണ്ട്, ഒരുപാട് വേദനകൾ. അള്ളാഹ്
അവർ എന്താണോ മനസ്സിൽ വിചാരിച്ച് റഹ്മാനായ തമ്പുരാനെ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം നീ ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ, പരിഹാരം ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.